ഹേയോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ജസ്റ്റ് ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ വിചാരിച്ചു. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകണ്ടേ. അപ്പം ഞാൻ ഏതായാലും മാറ്റി സെറ്റായിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇസ്തിരിടല്, മാറ്റല്, പിടിക്കൽ. ഞാനൊക്കെ കണ്ടില്ലേ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട, ഒരു ഷൂ, ഒരു പാൻറ്, ഒരു ടീഷർട്ട്, ഇത്ര ഞാൻ ഇട്ടിട്ടു. സിമ്പിൾ. ഒരു തൊപ്പി. ബ്രോ, ദിസ് ഈസ് മൈ ഫിറ്റ് ബ്രോ. ഒരു പാൻറ്, ഒരു ടീഷർട്ട്. എന്നാ വെച്ചോ ഗൈസ്. എൻ്റെ കണ്ണാടി ഞാൻ എൻ്റെ ഗ്ലാസ്സും തപ്പി നടക്കണം. അത് കിട്ടാത്തതുകൊണ്ടാണ് ഭൂതക്കണ്ണാടി വെച്ചെടുത്തത്. ഇത് കിട്ടിയാലേ എനിക്കൊരു സുഖമുള്ളൂ. ഒരു കണ്ണാണാത്ത വല്യമ്മ. അവളെ ഡ്രസ്സിങ് നൈസാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നൈസാണ്. ഈ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കുക. ഔട്ട്ഫിറ്റ് വിട്ടിട്ട് ഒരു കളിയില്ല. നോർമൽ ഷോൾ. ചെരുപ്പിടാതെ വരണേ. ചെരുപ്പിട്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾ മൂന്നാല് സെറ്റ്, വീട്ടുകാർ സെറ്റ്. ഇനി നേരെ പോയാൽ മതി. എങ്ങോട്ടേക്കാന്നൊന്നുമില്ല കേട്ടോ. ഒറ്റ പോക്ക്, ഒറ്റ വരിക, അത്ര ഉള്ളൂ. 2025 ഫസ്റ്റ് ആയിട്ടാട്ടോ പുറത്തു പോകണം. ഇന്നിപ്പോൾ 6-ാം തീയതി. ദിസ് ഈസ് മൈ ഡാഡ്, ദിസ് ഈസ് മൈ മോം. കാണാൻ തുടങ്ങി കണ്ടത്. ഇത് എൻ്റെ ചെറുത്, ഇതിൻ്റെ വലുത് അനിയത്തി. ഇത്ര ഉള്ളൂ. ചെറിയ കുഞ്ഞു ഫാമിലി തന്നെ. ഓ, പാടാൻ വെച്ചുള്ള ഒരാള്. നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മള് ഹൈവേ ഗ്രില്ലിലേക്ക് മന്തിയൊക്കെ വന്നത്. ഓ ഓ വേറെ പട്ടിയിലും ഷോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇൻട്രോവേർട്ട് കേട്ടോ. എന്താ പറഞ്ഞൊന്നും കൂടി പറഞ്ഞെടുത്താ പറയടി. എന്താ കാരണം? ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടൊക്കെ ഒരു ചേമ്പിൽ ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കുമെന്ന് അറിയില്ല. ഗൈസ്, ക്ലാസ് വന്നു. ഫുഡ് വരണം, ഫുഡ് അടിക്കണം ഗൈസ്. അങ്ങനെ ആറ്റ് നോറ്റ് നമുക്ക് സാധനം കയ്യിൽ കിട്ടി ഗൈസ്. ഇടിക്കിടിക്കുമാ ആറ്റ് നോറ്റല്ല, എന്നാലും ചുമ്മാ വെറുതെ ഒരു വെയിറ്റിന് വേണ്ടി പറഞ്ഞാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വായിൽ വെള്ളം പോലെ തോന്നും. ക്യാമറ ഓണാക്കിയാൽ മാത്രമേ ഇൻട്രോവേർട്ട്, അല്ലാതെ എൻ്റെ തൊള്ള തുറന്നാൽ പോയില്ല. തൊള്ളണെന്തിനാ അപ്പൊ കുറച്ചിട്ടോളി അവള് തോന്നുന്നു. നമുക്കൊരു മൂലക്കെന്ന് തുടങ്ങാം. കുറച്ച് മയോണൈസ്. അയ്യോ, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത്. ഓ, എൻ്റെ ഇതിലോട്ട് ചോറ് വന്നു. പീസ് വരട്ടെ. പീസ് വന്നു. സെറ്റ്. ഇവിടെ ചിക്കൻ, അവിടെ ചിക്കൻ, അവിടെ ചിക്കൻ, ഇവിടെ ചിക്കൻ. പക്ഷെ ഇവിടെ മാത്രം ചിക്കൻ ഇല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടോ വയമ്പോൾ ഇത്ര തോന്നെ ചോറുന്നടേ. വീട്ടിൽ നിന്നൊന്നും തിന്നില്ല കഴിച്ചു. എന്താണ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മയോണൈസ് എടുക്കുക, ഇതിടുക, അവിടെ വെക്കുക. കുറച്ച് റൈസ് എടുക്കുക, ഇങ്ങനെ എടുക്കുക, മിക്സ് ചെയ്യുക. ചെറിയൊരു പീസ് വളരെ നല്ല ചൂടുണ്ട്. ചെറിയൊരു പീസ് എടുക്കുക, വയ്ക്കുക. സോക്ക് ചോറിട്ട് കൊടുക്കുക ഒരാൾ വരാനാണെന്നുണ്ടെങ്കിൽ. സെക്കൻഡ് വന്ന റൈസാണ്, സെക്കൻഡ് വന്ന മയോണൈസ്. ചോറിട്ട് കൊടുക്കണം, അതാണ് എനിക്ക് അതിശയം. അങ്ങനെ നമ്മളെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഓ, ഓണത്തെല്ലാം കൂടി ഇന്ത്യ കിട്ടാണ്ട്, ഓളത്തെ എല്ലാം ഇന്ത്യ കിട്ടാണ്ട്. ഇതൊക്കെ ഞാനായിപ്പോൾ എല്ലാവരും താഴത്തുള്ളതും കൂടി വാരി അടിച്ചിടണേ. കണ്ടില്ല ഓലൊക്കെ പ്ലേറ്റ് നീറ്റ് ആൻഡ് ക്ലീന്. ഞാൻ മാത്രം ഇത്ര തിന്നിരുന്നു. അതാ പിന്നെ വലിച്ചിട്ട്. ഇങ്ങനത്തെ അമ്മമാരൊക്കെ ഉണ്ടായാൽ ഗേൾസിൻ്റെ മുന്നിലെ കാണുന്നുണ്ടെങ്കിൽ നാറിന് ഞാൻ ഓട്ടെ മതി. ഇനി സ്ഥലമില്ല, പള്ള ഫുള്ളായി. അവർക്ക് മന്തി വെച്ചപ്പോൾ ഐസ്ക്രീം ആണല്ലോ. എന്നാൽ പിന്നെ ഐസ്ക്രീമും കൂടി ആയിക്കോട്ടെ. എൻ്റെ പൈസക്ക് വാങ്ങിയതാട്ടോ. എൻ്റെ പൈസക്ക്, എൻ്റെ സ്വന്തം പൈസക്ക്.
ബാക്കി ഇന്റെ പൈസക്ക് ഞാൻ എന്തിനാ ബാക്കി പൈസ കൊടുക്കണല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ പോയിട്ട് നേരെ വീട്ടിലെത്തി ഗൈസ്. ഇത് നോക്കൂ, ഇനി വണ്ടി മറിച്ചിട്ട് നേരെ പോയൊരൊറ്റ കടത്തം. ഐസ്ക്രീം തിന്നിട്ടില്ല ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് നിന്നാന്ന് പറഞ്ഞ പോലെ എല്ലാവരും വീട്ടിൽ നിന്നായിരുന്നു. പണ്ട് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 ഇരട്ടി ഉണ്ടായിന്. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ബോൾ എന്ന് പറഞ്ഞാൽ അടക്കാക്കുരുവിൻ്റെ അത്ര ഉള്ളൂ. അടക്കാക്കുരു ഒക്കെ വെറൈറ്റി നെയിമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാനും എൻജോയ് ചെയ്തു, ഹാപ്പി ആയിട്ട് ഫുഡ് അടിച്ച് വന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് എന്തെങ്കിലും കാണാം. ബൈ.